संकीर्तन दोनों आज के दिन परमेश्वर ने बहुत अच्छा एक भजन संगीत दिया। आज मैं भजन संगीत से बोलने के लिए चाहता हूँ। परमेश्वर ने भी मेरे साथ रहा। ഒക്ടോബർ അവസാനം 30-ാം തീയതി രാത്രി 8 മണി വരെ ദൈവം ഒരു പ്രകടനത്തിന് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. अक्टूबर 30 को परमेश्वर ने हमारे जीवन में एक बेटी को दिया और अनुग्रह किया। 3 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഒരു ഉദരഫലം നൽകി മാനുഷ്യങ്ങളെ. परमेश्वर ने 3 साल के बाद एक हमें एक अच्छा दान दिया। ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. परमेश्वर का मैं धन्यवाद करता हूँ। വിഷയത്തോട് താമസ എല്ലാവരോടും സഭയോടും നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വലിയ അത്ഭുതകരമായ ജീവിതത്തിൽ നയിച്ചു കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ നന്മകള് ഓരോ ദിവസവും അനുഭവിക്കാൻ അവിടെയാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ദൈവം നന്മകൾ നൽകുമ്പോൾ വീണ്ടും ദൈവത്തോടെ താമനെ സ്തുതിക്കുവാനുള്ള താമന ലോകത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള താമനെ വീണ്ടും അനേകരുടെ യേശുവിനെ പറ്റി പറയുവാനുള്ള ഒരു വലിയ ആഹ്വാനം ദൈവത്തിന്റെ ജീവിതത്തിൽ തരുന്നു. परमेश्वर की और स्तुति करने का, लोगों को और परमेश्वर के बारे में बताने का परमेश्वर मुझे मौका मिला है। പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഹായിക്കുന്ന പലപ്പോഴും ഞാൻ പറയുന്ന കൂടെ പലപ്പോഴും കഴിഞ്ഞ 3 വർഷക്കാലത്ത് പലപ്പോഴും ഞാൻ നാട്ടിൽ പോകുന്നത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ നാട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിലെ. പലപ്പോഴും പലവിധത്തിലുള്ള കുത്തുവാക്കുകൾ പലവിധത്തിലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചോദിക്കുന്ന വാക്കുകൾക്ക് മറുപടി ഇല്ലാതെ മാറി നിന്ന് ദൈവത്തോട് നിലവിളിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചിരുന്നതിനെല്ലാം ദൈവം മറുപടി നൽകുന്ന ഒരു ദിവസമാണെന്ന് ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ പുറകോട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ദൈവം നടത്തിയ വിധികളും നിറങ്ങളെ ഓർക്കുകയാണെങ്കിൽ അവൻ എത്ര നന്ദി പറഞ്ഞാൽ മതിയാക്കില്ല. हमारे जीवन में भी परमेश्वर एक ही दिन नए सामर्थ के साथ नई अद्भुत के साथ हमें चला रहा है। इसलिए हम लोगों के धन्यवाद। ചിന്തിച്ച് നോക്കിയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഞാൻ നിന്നതല്ല കർത്താവിനെ നിർത്തിയതാണ്. എന്റെ വീട്ടിലല്ല, എന്റെ കഴിവല്ല, ദൈവം തന്നതാ. ദൈവം എന്നെ നടത്തിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എനിക്ക് പ്രായമുള്ളവർ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞ പോകാം. ഞാനും നിങ്ങൾ ഈ ഭൂമുഖത്തായിരിക്കുന്ന കർത്താവിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ മനസ്സോടെ വിഷമിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിലായിരുന്നു. ഞങ്ങൾ ഒരേ സഭയിൽ ആരാധിച്ചു വന്നിരുന്നവരായിരുന്നു. അവരെ ഡൽഹിയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ സെയിം ഏരിയയാണ്. ജോലിയുള്ള ബന്ധത്തിൽ ലണ്ടനിലായിരുന്നു. കഴിഞ്ഞ മാസം അവസാനം ലണ്ടനിൽ വന്ന 3-ാം ദിവസം ആക്സിഡന്റ് ഈ ലോകത്ത് നിന്ന് പറയാനിടയായി. നമുക്ക് പുകഴ്വാനൊന്നുമില്ല, കർത്താവ് നിർത്തിയതൊന്നുകൊണ്ട് മാത്രമാണ്.
हमारी स्तुति के लिए कुछ भी नहीं है, परमेश्वर की दया ही है जो हम यहाँ അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. इसका परमेश्वर की स्तुति करें। അവരുടെ സകല നന്മകൾക്കും നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. सारे उपकारों के लिए परमेश्वर की स्तुति करें। അവരുടെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. हमारा परमेश्वर बड़ा है। എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ വളരെ വലിയ നിന്റെ കർത്താവ് സർവശക്തനായ കർത്താവാണ്. Praise the Lord. ഹല്ലേലൂയ. എന്റെ ദൈവം എൽശദായി. ഹല്ലേലൂയ. എന്റെ ആവശ്യങ്ങളെ കാണാനും മതിയായവനായ കർത്താവിനെ ഞാൻ നിങ്ങൾ ശ്രമിക്കുന്നത് വളരെ കാണുന്നു. Praise the Lord. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവർത്തനം എന്റെ രാത്രികാലമൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിൽ തന്ന കഴിഞ്ഞ രാത്രികാലങ്ങളോട് സംസാരിച്ചൊരു വാക്യം നിങ്ങളോട് കർത്താവ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഹല്ലേലൂയ. Amen. Praise God. Amen. 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 Praise God. യഹോവയെ അപേക്ഷിച്ചതിന് ദൈവം അവൻ നൽകി. Praise God. Praise God. Hallelujah. യഹോവയുടെ വാക്കിന്റെ എബ്രായ വാക്കിന്റെ അർത്ഥം പെയിൻ എന്നാണ്, വേദന. Hallelujah. Praise the Lord. Amen. Praise the Lord. അവന് മാതാവിന് അവരുടെ വേദനയായിരുന്നു. Hallelujah. Praise the Lord. മറ്റ് സഹോദരങ്ങൾക്ക് അപേക്ഷിച്ച് അവന് അവരുടെ മാതാവിന് ഒരു വേദനയായിരുന്നു. Hallelujah. Praise God. Praise the Lord. എന്നാൽ യഹോവയെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ Hallelujah. യഹോവയുടെ അതിരുകളെ വിസ്താരപ്പെടുത്തിയ ഒരു ദൈവം ഇന്ന് പഴയകാലം ജീവിക്കുകയാണ്. യഹോവയുടെ അതിരുകളെ വിസ്താരപ്പെടുത്തിയ ദൈവം. യഹോവയെ അനുഗ്രഹിച്ചൊരു ദൈവം. ഹല്ലേലൂയ. അവരിൽ ജീവിക്കണം. ഇന്ന് പലകാലം ദൈവത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളോട് പറയുന്നു, യഹോവയുടെ പ്രാർത്ഥനയെ ദൈവം കേട്ടില്ലെങ്കില് യഹോവയുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കില് എന്നെയും നിന്റെ അവസ്ഥകളെ മാറ്റുവാനുള്ള കർത്താവിന് കഴിയും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ നോക്കി ദൈവത്തെ നിലവിളിക്കുന്നു എങ്കിൽ എപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്നാൽ രാത്രികാലം പുറത്താകുന്ന സമയത്ത് എപ്പോഴത്തിന്റെ പ്രാർത്ഥന എപ്പോഴും അപേക്ഷിച്ചതിന് ദൈവം അവരെ നൽകിയെങ്കിൽ ഹല്ലേലൂയ. എങ്കിലും നിങ്ങൾ നിലവിളികളിൽ കടന്നു മറുപടി നിശ്ചയമായി നൽകുകതന്നെ ചെയ്യും. കാരണം എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം അതൊരു വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നോക്കിയാണ് ദൈവങ്ങളിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിളിക്കുവാൻ കാരണമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ അവരുടെ അമ്മയുടെ മന്ദിരങ്ങളിൽ വേദന കൊണ്ട് ചിന്തനായിരുന്നു. ഹല്ലേലൂയ. അവൻ അവരുടെ അവസ്ഥകൾ നിരത്തിലെത്തി ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. അവന്റെ നിലവിളിയെ കേട്ടു. ഹല്ലേലൂയ. ഈ യഹോവ അവന്റെ നിലവിളിയെ കേട്ടു. അവൻ അപേക്ഷിച്ച ദൈവം നൽകി കൊടുത്തു. ഹല്ലേലൂയ. പറയട്ടെ പ്രിയമുള്ളവർ, നിന്റെ ഒരു പക്ഷേ ഹല്ലേലൂയ നിന്റെ സുഹൃത്തുക്കളല്ല, നിന്റെ കൂടെ കിടക്കുന്ന ഹല്ലേലൂയ ഒരു പക്ഷേ നിന്നെ അറിയുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ.
നിനക്ക് പ്രായമുള്ളവരെ ഒരുപക്ഷെ നിന്റെ സഹോദരങ്ങളെ നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുക കർത്താവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ എപ്പോഴും നിന്റെ അവസ്ഥകളെ കണ്ട് മനസ്സിൽ ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. അവരെന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഇടുക്കത്തെ നോക്കി നിന്റെ ജലത്തെ നോക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കില നിന്റെ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയെ നോക്കി നീ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴത്തിന്റെ അവസ്ഥകളെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് ജീവിക്കുന്നുണ്ട്. ഞാനെല്ലാം വിളിച്ചു പറയട്ടെ, മനുഷ്യരെല്ലാം പുറമെ കാണുന്നതിനെ നോക്കുമ്പോൾ അന്തരംഗത്തെ അറിയുന്ന ഈ അന്തരംഗത്തെ നിന്റെ നരകത്തെ അറിയുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നതാണ്. ഹല്ലേലൂയ. നിന്റെ മുഖത്തെ നോക്കി അല്ലെങ്കിൽ നിന്റെ പുറമെ നോക്കി പലരും പറയുമ്പോൾ നിന്റെ ഉള്ളിലും ജനങ്ങളുടെ അറിയുന്ന ഒരു കർത്താവ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട്. ആളുകൾ പലരും പറയുമ്പോൾ ഇവൻ തോന്നത്തില്ല, ഇവനെ പോലൊന്നും നടക്കത്തില്ല എന്ന് ജനം പറയുമ്പോൾ ഹല്ലേലൂയ. നിന്റെ ഉള്ളത്തെ അറിയുന്ന ദൈവം ഇന്ന് പലക്കാലം ജീവിക്കുന്നുണ്ട്. നിന്റെ നിലവിളിയെ കേൾക്കുന്ന ദൈവം എന്ന് പലക്കാലം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എപ്പോഴത്തെ അവസ്ഥകളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിരത്തി വെച്ച് നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവങ്ങളോട് ഇങ്ങനെ പറഞ്ഞോട് പറയുന്നു, ഈ പക്ഷേ ഒരു പക്ഷെ നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ കൂടെ പറഞ്ഞോട് കാര്യത്തിലായിരിക്കും നിന്റെ രക്ഷണം. ഹല്ലേലൂയ. ജീവിത പങ്കാളി കാര്യത്തിലായിരിക്കും നിന്റെ രക്ഷണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിരങ്ങുന്നത്. ഹല്ലേലൂയ. അതിന്റെ വെള്ളത്തെ അറിയുന്ന കർത്താവിന്റെ പലകാലം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ സാധനമില്ല തലമുറകളെ കുറിച്ചുള്ള നിലവിളി ഒരുപക്ഷെ സാധിക ചുറ്റുമുള്ളവർ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. ഹല്ലേലൂയ. നീ പോകുന്ന അവസ്ഥ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും. ഹല്ലേലൂയ. നിന്റെ പുറമെ നോക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിലും ഈ അകത്ത് ഉടഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ. എന്റെ കർത്താവായ ഈ മനുഷ്യ പുറമെയാവോ നോക്കുന്നത്. ഹല്ലേലൂയ. പുറമെ നോക്കിയിട്ട് അവർ വിധികൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അന്തരംഗത്തിലെ ജ്ഞാനത്തെ അറിയുന്ന ഒരു കർത്താവിന്റെ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ദൈവത്തെ ആരെയും കാണാതെ വാങ്ങിയെന്ന് ദേവതകളെ കാണുന്ന ഒരു കർത്താവ് ഇന്ന് പലക്കാലം ജീവിക്കുമെന്നുള്ളവരെ എന്റെ അനുഭവത്തിനെ വിളിച്ചു പറയാൻ എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതെന്നാവാം.
ഇരിക്കുകയാണെങ്കിൽ നിന്നെ കെടുന്ന നല്ല കെട്ടാണ്. നിന്റെ ഹൃദയത്തിൽ പുറമെ ചിരിക്കുന്നുണ്ട്. പുറമെ പലതും എനിക്ക് പ്രയത്നപ്പെടാനും അതിനെ മറ്റുള്ളവർക്കാരെ അഭിനയിക്കുന്നത്. നിന്റെ അമ്പലം ഞാനങ്ങി തകർന്നിരിക്കുക. പല വാക്കുകളും കേട്ട് തകർന്നിരിക്കുക. നീ അറിയ ദൈവത്തോട് ചില ജീവിതങ്ങളും പറഞ്ഞാലും ദൈവത്തോട് പറയുക. ചില ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിച്ച് കർത്താവെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. എനിക്ക് മാത്രമല്ല കർത്താവ് സമ്മതിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ടവര് കർത്താവ് എനിക്കെതിരെ നിൽക്കുന്നത് എന്താ. അതിന് പലക്കാലം വിളിച്ചു പറയട്ടെ പ്രിയമുള്ളവരെ. എന്റെ കർത്താവിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാനായിട്ട് നോക്കിയ എന്റെ കർത്താവ് ചിന്തിക്കുന്ന കർത്താവ് ഹൃദയത്തിൽ നീ ഞരങ്ങുന്ന അവസ്ഥകളെ കണ്ട് ഹല്ലേലൂയ, നീ തകർന്നിരിക്കുന്ന അവസ്ഥകളെ കണ്ട് ഹല്ലേലൂയ, നിന്നെ കാണാതെ പോകുന്ന ദൈവമല്ലേ ദൈവം. ഹല്ലേലൂയ. അവരുടെ തുടർക്കാലം പറയുകയാണ്, ഞാൻ എപ്പോഴും പ്രാർത്ഥനയെ കേട്ടു. അവൻ അപേക്ഷയൊക്കെ അവർ നൽകിയിരിക്കുന്നു. നിന്റെ അപേക്ഷയെ കേട്ട് മറുപടി തരുവാൻ ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. ഇതിന് ആത്മീയ മണ്ഡലത്തെ കുറിച്ചാണ് നിലവിളിക്കുന്നത്. ആത്മീയ മണ്ഡലത്തെ കുറിച്ചാണ് ഇതിന്റെ ഭൗതികം സാമ്പത്തികത്തെ കുറിച്ചാണ് നിലവിളിക്കുന്നത്. ഇതിന്റെ തലവരകളെ കുറിച്ചാണ് തകർന്നിരിക്കുന്നത്. ഏത് തന്നെയാണ് നിന്റെ ഇടുങ്ങിയിരിക്കുന്ന ആളുകൾ അവസ്ഥയോടൊപ്പം നിലവിളിക്കുന്നത്. ദൈവം അവരുടെ ശക്തമായിട്ട് പറയുക. നിലവിളിക്കാൻ കാരണമുണ്ട്. അവന്റെ അമ്മയ്ക്ക് ഒരു വിഷമം വരുത്തുന്ന ഒഴിവായിരുന്നു. അവർ പറഞ്ഞു കർത്താവേ എന്ന് നീ അവസ്ഥകളെ കാണുന്നുണ്ടോ. ഞാൻ തകർന്നിരിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ കർത്താവേ. എന്റെ അവസ്ഥകളെ നന്നായിട്ട് അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് തന്നെ ഞാനൊരു വളരെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. കർത്താവേ എന്റെ അവസ്ഥകൾക്ക് നീ എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നവനെ. അവന്റെ അവസ്ഥകളെ ദൈവം മാറ്റി ചെയ്യുക. ചിന്തിക്കരുത് പ്രിയമുള്ളവരെ. നിന്റെ കൂടെയുള്ളവർ നിന്നെ അറിയാതിരിക്കുമ്പോ നിന്നെ നോക്കണം, നിന്നെ കരുതണമെന്നും ചിന്തിക്കുന്നുള്ള നിന്നെ അറിയാതിരിക്കുമ്പോൾ അവർ നിനക്ക് എതിരായി നിൽക്കുമ്പോൾ ഞാനെന്ന് അവർ നിന്റെ പുറമെയുള്ള അവസ്ഥകളെ കണ്ടിട്ട് നിന്നോട് സംസാരിക്കുമ്പോൾ അതിന് വിപരീതമായി അതിന് തികച്ചും വ്യത്യസ്തമായി നിന്നോട് നിൽക്കുമ്പോഴേ അവരെയാണ് നിന്നോട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പുസ്തകം 16-ാം അധ്യായം 11 വാക്യങ്ങൾ വായിച്ചാണ്.
Praise God. Hallelujah. 16 verses 11 and 12. 16 अध्याय 11 और 12। Praise God. Hallelujah. तब शमूएल ने यिशै से कहा, क्या सब बच्चे यही हैं? उसने कहा, सबसे छोटा तो अभी रह गया है और वह तो भेड़ें चरा रहा है। तब शमूएल ने यिशै से कहा, उसे बुलवा भेज, क्योंकि जब तक वह यहाँ न आए तब तक हम नहीं बैठेंगे। अतः वह उसे बुलवा कर भीतर ले आया। उसकी तो लाली जलती थी, उसकी आंखें सुंदर और चेहरा रूपवान था। तब यहोवा ने कहा, उठ और अभिषेक कर, यही वह है। परमेश्वर यहोवा ने शमूएल से कहा, अभिषेक ചെയ്യണം ഞാൻ यिशै के पास जाकर उनमें से एक बेटे को अभिषेक करना, क्योंकि मैंने शाऊल को हटा दिया। അഭിഷേകത്തിന്റെ 7 മക്കളെയും ശമൂവേലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. यिशै ने अपने 7 बेटों को शमूएल के सामने लेकर ഈശോയായി തന്റെ ഇളയ മകനെ കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല. അവൻ എങ്ങനെ മകൻ ഉണ്ടെന്ന് പോലും ചിന്തിച്ചില്ല. ഹല്ലേലൂയ. അവരെ അവൻ കാണിക്കപ്പെടുത്തിയതേയില്ല. ഹല്ലേലൂയ. അവന്റെ അപ്പൻ തന്നെ അവനെ തള്ളി. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പറയുക, അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ കാട്ടില്ല. ഹല്ലേലൂയ. വിളിച്ചു പറയട്ടെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇതുപോലെ സാഹചര്യമാണോ അനുഭവിക്കുന്നത്? ആരെല്ലാം തള്ളിയാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശമൂവേൽ പറഞ്ഞു, ഹല്ലേലൂയ, അവൻ വരാതെ, അവൻ ആ കാട്ടിലോട് നിൽക്കുന്നവൻ, ആടുകളെ മേടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ വരാതെ ഞാൻ പന്തിയിലിരിക്കത്തില്ല. ഹല്ലേലൂയ. ലോകം മുഴുവൻ ദ്രോഹയുള്ളതും ദ്രോഹയുള്ളവരെ മാത്രം നോക്കി, നിന്റെ സാഹചര്യത്തെ നോക്കി, നിന്റെ അവസ്ഥയെ നോക്കി നിന്നോട് കൂടെ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ അറിയുന്നത് ജീവിക്കുന്നുണ്ട്. അർത്ഥം പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ അവൻ ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി. അവരുടെ ഒരു ക്വാളിഫിക്കേഷനോ അത് അവരുടെ ഒരു രൂപം കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവങ്ങളോട് പറയുന്നു, ജ്ഞാനികളെ രക്ഷിപ്പാൻ. ജ്ഞാനികളെ രക്ഷിപ്പാൻ. ഹല്ലേലൂയ. ശുഭ്രമായ തെരഞ്ഞെടുക്കുന്ന കർത്താവായ ദൈവം. ജ്ഞാനികളെന്ന് ലോകം പറയുമ്പോൾ ഹല്ലേലൂയ എന്നെക്കാൾ ഹല്ലേലൂയ സാമർത്ഥ്യമുള്ളവർ, എന്നെക്കാൾ ജ്ഞാനമുള്ളവർ ലോകത്തുള്ളപ്പോൾ എന്നെക്കാൾ ഹല്ലേലൂയ ഒന്നുമല്ലാത്ത എന്നെ ഹല്ലേലൂയ എന്നുമല്ലാത്ത ഒരു കാര്യമല്ലാത്ത ഹല്ലേലൂയ ജീവിതങ്ങളെ തിരഞ്ഞെടുക്കുന്ന കർത്താവിന്റെ ലോകത്താൽ ജീവിക്കുന്നുണ്ട്. എന്തിനാ എന്നെ തിരഞ്ഞെടുക്കുന്ന അറിയാമോ? ഈ ലോകം ജ്ഞാനികളൊന്ന് പറയുന്നത് ലക്ഷ്യമാണ്. ഓരോ കണ്ണിനും ഹല്ലേലൂയ, ഓരോ കണ്ണിനും ദൈവമാണ് എന്നെ ഇതിനെ തിരഞ്ഞെടുത്ത്. ഹല്ലേലൂയ. പറയട്ടെ, നിങ്ങൾ നോക്കി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, അവളെ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല എന്ന്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിന്നെ എനിക്ക് ആവശ്യം. അവനെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. അവനെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. അവൻ നമുക്കൊന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യപ്രാപ്തി അവനില്ല.
എന്തെന്നറിയാമോ? നിന്റെ തിരഞ്ഞെടുത്താലേ എന്റെ മഹിമ വെളിപ്പെടുന്നു. അതിന്റെ അപ്പൻ തള്ളിക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയ ദൈവം ഇന്ന് പലകാലം ജീവിക്കുന്ന ദൈവങ്ങളെ വീഴ്ച പറയട്ടെ. നിന്റെ സമൂഹം, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ കൂടപ്പിറപ്പുകൾ, നിന്റെ തള്ളിയെങ്കിൽ ഇന്ന് പലകാലം പറയട്ടെ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം അതിന് ഇന്നും ജീവിക്കുകയാണ്. പരിശുദ്ധയാണെന്ന് തീരുമാനമെന്ന് പലകാലം വളരെ വ്യക്തമായി സംസാരിക്കുന്നു. നിന്നെ തള്ളിയെങ്കിൽ നിന്നെ തള്ളിയ ഇടത്തുനിന്നെ ചേർത്തൊരു ദൈവം പലകാലം ജീവിക്കുന്നുണ്ട്. എന്റെ കർത്താവ് ജീവിക്കുന്ന കർത്താവ്, എന്റെ കർത്താവ് ജീവനുള്ള കർത്താവ്. നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ വെറുതെ വിളിച്ചതല്ല. ഒരിക്കലും ചിന്തിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോഴും പറയുവാൻ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. അബ്രഹാം ദൈവത്തെ തിരഞ്ഞെടുത്തല്ല, അബ്രഹാമിന്റെ അടുക്കലേക്ക് ദൈവം അവനെ വിളിച്ചിറക്കി. എല്ലാവർക്കും പറയുവാനുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും, കർത്താവ് ഞാൻ നിന്നെ തേടി വന്നതല്ല, നീ എന്നെ തേടി വന്നതാണ്. വിളിച്ചു പറയട്ടെ, അവർ എന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അപ്പ പിതാവെ എന്ന് വിളിക്കുവാൻ ഒരു പുത്രത്തിന്റെ അവകാശം എനിക്ക് നിനക്കും സംഭവിക്കില്ല. ആ അപ്പത്തിന്റെ ഒരു നാളും ഉപേക്ഷിക്കുന്നവരല്ല. ആരെല്ലാം നിന്നെ മനസ്സിലാക്കാതിരുന്നാലും, ആരെല്ലാം നിനക്കെതിരായിരുന്നാലും, അല്ലെങ്കിൽ ആരെല്ലാം നീ നല്ലവരല്ല, നീ നിന്നെ കൊണ്ട് ഒരു ഉപയോഗമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നീ യോഗ്യതയില്ലാത്ത ഇടത്ത് നിന്ന് നിന്നെ യോഗ്യനാക്കി മാറ്റുന്നതിന് കർത്താവ് പലകാലം ജീവിക്കുന്നു. യേശുവിനെ ജീവിക്കുന്ന കർത്താവ്. എനിക്ക് നിനക്ക് പറയാനൊരു കാര്യമുണ്ട്. നമ്മളെല്ലാം നാം ആയിരുന്ന ഇടത്തു നിന്ന് ദൈവം ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് നിനക്ക് നല്ല നല്ലതും നല്ല നന്ദിയില്ലേ? ചില ജീവിതങ്ങളോട് ദൈവം ചോദിക്കുക, നിന്നെ ഞാൻ വിളിച്ചിറക്കി ഈ പ്രദേശത്ത് കൊണ്ടുവന്നപ്പോൾ നീ എങ്ങനെയായിരുന്നു? അതിനർത്ഥമായി യാക്കോബ് പറഞ്ഞു, ഒരു വഴിയുമായിട്ട് ഒരു വഴിയുമായിട്ട് ഞാൻ യോർദാൻ കടന്നു പോയത്. എന്നാൽ ഇന്ന് ഞാൻ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ചില ജീവിതങ്ങളോട് ദൈവത്തോ സംസാരിക്കുന്നത് പോലത്താൽ നിന്നെ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന ദൈവം മാനിച്ചില്ല. കമ്മുകളിലും അധികം പോകാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വഴിയുമായിട്ട് എന്റെ ഭയന്നിട്ട ഞാൻ ഓടി വന്നത്. ഇന്ന് ഞാൻ വലിയൊരു കൂട്ടമായിരിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ അധികം വർദ്ധിപ്പിച്ചു. ദൈവം സംസാരിക്കുന്നതിന് ഗുണമൊഴി, ദൈവം സംസാരിക്കുന്നതിന് ഗുണമ
വഴിയുമായിട്ടാണ് യാക്കോബ് പറയുക, ഒന്നുമില്ലാത്തവരാകത്താതെ ഞാൻ പോയപ്പോൾ ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാം ഉള്ളവരാക്കി മാറ്റിയത് എന്ന് വിളിക്കല്ല, എനിക്കെല്ലാം പങ്കു ദൈവം അല്ല. ഒരു പക്ഷേ ഞാൻ പറയുന്നത് ദൈവാത്മനോട് ആരോടും സംസാരിക്കാറില്ല. സമൂഹത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിൽക്കുവാൻ വിപുലമായ കാര്യങ്ങൾ നാളുമായിട്ട് ഇറങ്ങിയത്. നോക്കി ഇന്ന് നിന്റെ അവസ്ഥ അങ്ങനെയാണോ? അങ്ങനെയാണോ നിന്റെ അവസ്ഥ? നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റിയില്ലേ? നിന്റെ ഭവനത്തിനെ ആകർഷിച്ച നന്മകളെ കൊണ്ട് ദൈവം മാനിച്ചില്ലയോ? നീ ഇച്ഛിക്കാത്ത ചിന്തിക്കാത്ത ജീവനെ തന്നില്ലയോ? അങ്ങനെ ചെയ്തോടെ മതക്കാരെ യാക്കോ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് പ്രിയമുള്ളവരെ, അവർ പറഞ്ഞ ദൈവം ഓരോരും പറഞ്ഞില്ലയോ? എന്റെ ദൈവമേ, ഞാനിവിടെ പോയപ്പോൾ വഴിയുമായില്ല, ഒന്നുമില്ലാത്തവരെ നാട് വിട്ടു പോയപ്പോൾ പോയത്. ഇന്ന് വലിയ സൈന്യമായി മാറിയില്ല. ഇതെന്റെ വീടുകല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. യാക്കോബ് പറയുക, ഇതെന്റെ വീടുകല്ല, എന്റെ കഴിവല്ല. എല്ലാം തന്നൊരു ദൈവം, എല്ലാം തന്നൊരു ദൈവം. പറയുന്നു, അതിൽ വലിയമായിട്ട് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നും നിലവിളിച്ചു കൊണ്ടിരിക്കുക. പിന്നെ അവസ്ഥയെ മാറ്റി ഒരു വഴിയിൽ ജീവിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, ഇന്നും നിലവിൽ നിന്നെ അവശേഷിക്കണമെന്നില്ല. ഇന്നും ചില നിലവിൽ ജീവിതത്തെ അവശേഷിക്കണമെന്നില്ല. അവർ പറഞ്ഞു, എത്രയും അപേക്ഷിച്ചു അതിൽ ജ്ഞാനം നൽകി. ദൈവം നിന്നോട് പറയുന്നു, നീ അപേക്ഷിക്കുന്ന വിഷയത്തിന്റെ മാറ്റത്തില്ല. എനിക്കൊരു പ്രവൃത്തിയുണ്ട്, എനിക്കൊരു പ്രവൃത്തിയുണ്ട്, എനിക്കൊരു പ്രവൃത്തിയുണ്ട്. നിന്റെ കാണുന്ന ഒഴിവെടുത്ത കാര്യത്തിൽ അല്ലെങ്കിൽ പോകുന്ന സാഹചര്യം നിന്നെ നോക്കുന്നവർ അറിയത്തില്ല അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നീ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തോട് മാറുന്നത് പലപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുക. ദൈവം പറയുന്നു, എപ്പോഴത്തിന്റെ പ്രാർത്ഥന കേട്ടത് ദൈവമാണ് ഞാൻ. എന്റെ ചെവി ഇന്നും അന്തമായി പോയിട്ടില്ല. എന്റെ ഭവനത്തിൽ നീ ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിൽ നീ പലപ്പോഴും ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ എന്നെയാണ് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. ദൈവം പറയുക, നിന്നെ എനിക്ക് ആവശ്യം, നിന്നെ എനിക്ക് ആവശ്യം, നിന്നെ എനിക്ക് ആവശ്യം. നിന്നിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിന്നിൽ ചെയ്യാതെ നാം ഉയരെ വന്നില്ല. എത്തിപ്പാൻ നിന്നെ എനിക്ക് ആവശ്യമാണ്, നിന്നെ എനിക്ക് ആവശ്യമാണ്, നിന്നെ എനിക്ക് ആവശ്യമാണ്, നിന്നെ എനിക്ക് ആവശ്യമാണ്.
ചില ജ്ഞാനികൾ പരാജയപ്പെട്ട ഇടങ്ങൾ, बुद्धिमान जहाँ पर हालांकि पराजित हुए, ഹല്ലേലൂയ, ചില ജ്ഞാനികളെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത്, ഹല്ലേലൂയ, काम बुद्धिमान लोगों से नहीं हुआ, ഹല്ലേലൂയ, ചില ജ്ഞാനികൾ വീണ ഇടത്ത, ഹല്ലേലൂയ, जहाँ पर बुद्धिमान लोग गिरे, ലോകം ചെയ്യുന്ന മനസ്സിൽ നീയുടെ പോഷണമായത്, जहाँ पर लोगों ने ഹല്ലേലൂയ, എന്നാലും പലക്കാലം ദൈവം പറയുന്നു, ആ ജ്ഞാനികൾ തോറ്റ ഇടത്ത് നിന്നിടുന്ന ഒരു അതിന്റെ ലോകമാണ് വീടും അതിന്റെ സമായെന്ന് പറഞ്ഞ ഇടത്ത് നിന്നെ നിർത്തി ചിലത് ചെയ്യിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, वहाँ का परमेश्वर उससे कार्य करना चाहते हैं, हालेलुया, ഹല്ലേലൂയ. എത്ര ലോകമാണ് വിശ്വസിക്കുന്നു? हालेलुया, हालेलुया, നിങ്ങളൊക്കെ ആരും എന്ത് പറഞ്ഞുള്ളത് उसने देखे वो ലോകം എന്ത് പറഞ്ഞു പോകട്ടെ, दुनियादारी को ഈ രാഷ്ട്രീയക്കാര ദുനിയാന ശബ്ദരെ നിലനിൽക്കുന്നവരെ ജ്ഞാനികളിലെത്തിപ്പാൻ, ഹല്ലേലൂയ, മോശമാരായ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ, അവൻ പറയുന്നു നിന്റെ അവസ്ഥകളെ മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, നിന്റെ നിലവിളി ഞാൻ കേൾക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, നിന്റെ വിഷമത്തിന് ഞാൻ പരിഹാരം വരുത്തുക തന്നെ ചെയ്യും. കർത്താവിനോട് പറയുന്നത് യോസേഫിനെ പല സഹോദരന്മാർ തള്ളിക്കളഞ്ഞുപോയവരെ സകലരും തള്ളിക്കളഞ്ഞവരെ അവരെ പൊട്ടത്തിനകത്ത് എഴുതി കളഞ്ഞു. അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാർ, അല്ലെങ്കിൽ അവരുടെ തൊഴിലുവാൻ സാധിച്ചു. ആരാണോ അവരെ എറിഞ്ഞു കളഞ്ഞത് അവരുടെ മുമ്പിൽ ദൈവങ്ങളെ ഉയർത്തി നിർത്തിയെങ്കിൽ എറിഞ്ഞവരുടെ മുമ്പിൽ നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നീ ഒന്നിനെ പ്രവർത്തനമാണെന്ന് നിന്റെ സമൂഹത്തിനെ പറഞ്ഞെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ കുടുംബത്തോട് പറഞ്ഞില്ലെങ്കിൽ, ഇന്ന് തൽക്കാലം ദൈവം നിന്നോട് പറയുക, നിന്നെ തള്ളിയുള്ള മധ്യത്തിൽ നിന്റെ തലയെ ഉയർത്തി അല്ലെങ്കിൽ നിന്റെ മാനസിക ദിവസം വരാൻ തുടങ്ങിയ അവർ സാധനത്തിൽ ലക്ഷിക്കുന്ന ഒരു ദിവസം വരാൻ പോകുക. ദൈവം പറയുക ജീവിതത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കി നീ അല്ലെങ്കിൽ നഗരത്തിൽക്കാരുടെ ആയിരിക്കുന്നു. നീ അല്ലെങ്കിൽ പലതിനെ കുറിച്ച് വ്യാപനപ്പെട്ട അതിന്റെ ജീവിതങ്ങളുടെ വൽക്കാരുടെ ആയിരിക്കുന്നു. മുൻപോട്ട് നീ എങ്ങനെയൊരു സ്റ്റെപ്പ് വെക്കുമെന്ന് ഓർത്ത് തകർന്ന് അറിയാം. കർത്താവിനായി എന്താ ചെയ്യേണ്ടത് ഓർത്ത് ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധമായിരുന്നു എബ്രേയത്തിന്റെ അതിരുകളെ മാറ്റം വരുത്തിയ ദൈവം ഇന്നും ഞാൻ ജീവിക്കുന്നത് എന്റെ കൈ തൂങ്ങിക്കൊണ്ടിട്ടില്ല. അവൻ പറയുന്നത് ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത പല കാര്യമുണ്ടോ? എനിക്ക് കഴിയാത്ത പല കാര്യമുണ്ടോ? എന്റെ ദൈവം സകലവും പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനാണ്. എപ്പോഴത്തിന് മാത്രം അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല എന്റെ ദൈവം അറിയാവുന്നത്. എബ്രേയത്തിന്റെ അവസ്ഥകൾ എഴുതുക, അല്ലെങ്കിൽ വാസ്തവമായ എബ്രേയത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അതുപോലെ സാമൂഹ്യത്തിൽ ആയിരുന്നു നിലവിളിക്കുന്നുവെങ്കിൽ എബ്രേയത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുത്തവർ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാൻ ചെയ്യും. ജീവിക്കുന്നു അവരെ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ അവസ്ഥകളെ നിലവിളിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുക ഈ അവസ്ഥകളെല്ലാം അവർ മാറ്റി. ഈ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും. അല്ലെങ്കിൽ നിന്റെ ഇടയ്ക്കിരിക്കുന്ന അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും. ഈ
എങ്ങനെയാ പറയുന്നേ? ദൈവം എന്നെ എപ്പോഴും നിർത്തുന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം മുഴങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ നീതി പ്രവൃത്തികൊണ്ടല്ല, എന്റെ നീതിമാനാക്കിയ മാറ്റിയുടെ ദൈവം ജീവിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ വിളിച്ച് ഇറക്കി എന്റെ സകല പാപത്തിനു വേണ്ടി താങ്കളെ കുറിച്ച് ഈ അവസാനം രക്തം വരെ കൂട്ടിത്തന്ന് എന്നെ ഹല്ലേലൂയ അവരുടെ രക്തത്താൽ കഴുകി നീതിമാനാക്കി മാറ്റുന്ന ദൈവം പറയുന്നു. ആ ഹല്ലേലൂയ അവരെ വിശ്വസിക്കുന്നവരെ കൂടാരത്തിൽ ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം വരുന്നു. ഇന്ന് നീ നിലവിളിക്കുന്നില്ല. ഇന്ന് നീ നിലവിളിക്കുന്നില്ല. പറയില്ല. നിന്റെ ദുഃഖത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ തോന്നിയ നിന്റെ നിലവിളികളെ മാറ്റുവാൻ തോന്നിയ എത്രയത്തിന് വേണ്ടി ഇറങ്ങിയുള്ള പ്രവർത്തിച്ച ദൈവം നിങ്ങളെന്ന് പറയുക. നിന്റെ അവസ്ഥകളെ ഞാൻ മാറ്റും. നിന്റെ അവസ്ഥകളെ ഞാൻ മാറ്റും. അത് ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് വിഷയമായിരുന്നാലും ഹല്ലേലൂയ ഞാൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നത് പറയാം. നിന്റെ അവസ്ഥയെ ഞാൻ മാറ്റും. ഹല്ലേലൂയ. നിന്റെ നിലവിളി ഞാൻ കേട്ടു. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഹന്നയുടെ നിലവിളി വിളിക്കുന്നു. അവളുടെ നിലവിളിയെ കേട്ടത്, അവളുടെ നിലവിളിയെ കേട്ടത് ഹല്ലേലൂയ അവൾക്ക് വേണ്ടി കിടന്നത് പ്രവർത്തിച്ചെടുക്കണം. നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുക. നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുക. നിന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. ആരെല്ലാം നിന്നെ തള്ളിയാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ ഹല്ലേലൂയ നിന്നെ കൊണ്ട് ദൂരമില്ലെന്ന് പറഞ്ഞാലും നിന്റെ ശാസ്ത്രക്കാർ പറഞ്ഞുപോകട്ടെ. ഹല്ലേലൂയ. ഇവൻ ഹല്ലേലൂയ തളർന്നു പോയതാ, ഇവൻ തീർന്നു പോയെന്ന് പറയട്ടെ. ഇവൻ തീർന്നു പോയോ? ഇവന്റെ കഥ കഴിച്ചു. ഹല്ലേലൂയ. ഇല്ലതേ പോലെ അവന്റെ കഥ കഴിക്കുവാനുള്ള ദൈവം അനുവദിക്കത്തില്ല. അവരെ ഉടത്തിന് വേണ്ടി കർത്താവല്ല എന്റെ കർത്താവ്. പുറയിലെ തുണിയെ കരുത്തി കളയുന്നവരല്ല എന്റെ കർത്താവ്. വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ കരുത്തിരിയെ മാറ്റുന്ന ദിവസം വരെ പോവുകയാണ്. എന്നെ ഒഴുക്കി നിന്നെ കത്തിക്കുന്ന ദിവസം വരെ തോന്നിയാണ്. എന്റെ ദൈവം വരിക. എന്റെ കർത്താവ് സർവശക്തൻ. അവൻ പറയുക നിന്റെ അവസ്ഥയെ മാറ്റി നിന്റെ അവസ്ഥയെ സഹായിക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.